ഷഅബാന്റെ വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. പരിശുദ്ധ റമളാൻ നമ്മിലേക്ക് അടുത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ഇബ്നു മാജയും ഇമാം തുർമുദിയും റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീത്ത്, ആയിഷ റളിയല്ലാഹു അൻഹ, ആയിഷ ബീവിയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഖാലത്ത്, മാജി പറയാണ്, ഫഖത്തുൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നബി തങ്ങൾ ഒരു ദിവസം രാത്രി എൻ്റെ കിടപ്പറയിൽ എൻ്റെ വിരിപ്പിൽ കാണാതെയായി. ആയിഷ ബീവിൻ്റെ കൂടെ രാത്രി കഴിയേണ്ട ദിവസം ആയിഷ ബീവി പറയാണ്, എൻ്റെ ഭർത്താവായ മുത്ത് നബി തങ്ങൾ ഒരു രാത്രി എൻ്റെ കട്ടുമ്മൽ, അതായത് എൻ്റെ വിരിപ്പിൽ കിടപ്പറയിൽ രാത്രി ഞാൻ എഴുന്നേറ്റ് നോക്കിയപ്പോൾ രാത്രി റസൂലുള്ളാഹിനെ കാണാനില്ല. ഒരുമിച്ച് കടന്നതാണ്. ഫഖറജ്തു അത്ലുബുഹു, അപ്പം നബി തങ്ങൾ എവിടെ പോയത് എന്ന് അന്വേഷിച്ച് ഞാൻ ഇറങ്ങി. പാതിരാ സമയത്ത് ഉറക്കുന്ന എഴുന്നേറ്റ് നോക്കിയപ്പോൾ കൂടെ കടന്ന ഭർത്താവിനെ നബി തങ്ങളെ വിരിപ്പിൽ കാണാനില്ല. ഇവിടെ പോയി ബേജാറായി ഞാൻ പുറത്തന്വേഷിച്ചിറങ്ങി. ഫഖറജ്തു അത്ലുബുഹു, നബി തങ്ങൾ എവിടെയെന്ന് അറിയാൻ വേണ്ടി ഞാൻ പുറത്തേക്ക് ഇറങ്ങി അന്വേഷിച്ചു. അപ്പോൾ ഫൈദാഹു ബിൽ ബഖൈ, അപ്പോൾ നബി തങ്ങൾ മദീനത്തെ ഖബറിസ്ഥാനിൽ പോയിട്ട് ഖബറാളികൾക്ക് വേണ്ടി ദ്വാരക്കാണ്. റാഫിഉൻ റഅസഹു, അല്ലാഹുവിലേക്ക് ആകാശത്തിലേക്ക് തല ഉയർത്തിയിട്ട് ഇലസ്സമായി, ആകാശത്തിലേക്ക് തല ഉയർത്തി ഇങ്ങനെ ദ്വാരക്കാണ്. അപ്പോൾ ഈ നട്ടപ്പാതിരാക്ക് നബി തങ്ങളെ വീട്ടിലെ റൂമിൽ കാണാതായപ്പോൾ ഞാൻ ഇറങ്ങി അന്വേഷിച്ച് നടന്നു. അപ്പോൾ നബി തങ്ങൾ മദീനത്തെ ഖബറിസ്ഥാനിൽ ദ്വാരന്നുകൊണ്ടിരിക്കുകയാണ് ഖബറാളികൾക്കൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ നബി തങ്ങൾക്ക് മനസ്സിലായി ഞാൻ നബി തങ്ങളെ അന്വേഷിച്ച് ഇറങ്ങി പുറപ്പെട്ടതാണ്. അപ്പം എന്നെ കണ്ടപ്പോൾ തന്നെ പറഞ്ഞു, കാല യാ ആയിഷ, ആയിഷ അകുന്തി തഖാഫീന യഹീഫല്ലാഹു അലൈക്കി വറസൂലു, എന്തിനാ ബേജാറാണ്? അട്ടപ്പാതിരാക്ക് എന്തിനാണ് എന്നെ അന്വേഷിച്ച് പരൻ്റെ പുറത്തേക്ക് ഇറങ്ങിയത്? ഈ ബേജാറാണ്ട് ആവശ്യം എന്താ ഉള്ളത്? ഞാൻ റസൂലല്ലേ, അള്ളേ റസൂലൊക്കെ നിന്റെ മേലിൽ ചതിക്കുകയോ വഞ്ചിക്കുകയൊന്നുമില്ലല്ലോ. നീ എന്തിനാണ് ഇങ്ങനെ പേടിച്ച് ബേജാറായി അന്വേഷിച്ചിറങ്ങേണ്ട ആവശ്യം? വേറൊരിടക്കെങ്കിലൊക്കെ ഞാൻ പോവോ? ആയിഷ ബീവിക്ക് സ്വാഭാവികമായ ഒരു സംശയം ഉണ്ടായേക്കാം. നബി തങ്ങൾക്ക് വേറെയും ഭാര്യമാരുണ്ട്, വേറെ ഏതെങ്കിലും ഭാര്യമാരരികിലേക്ക് പോയതായിരിക്കാമോ എന്ന ഒരു ചെറിയ ചിന്തയുടെ ഒരു ലാഞ്ചനയൊക്കെ ഉണ്ടായേക്കാം. അപ്പം നബി തങ്ങൾ പറയാണ്, ആയിഷ ഇന്ന് നിന്റെ കൂടെ കിടക്കേണ്ട രാത്രിയാണ്, ഞാൻ വേറെ മറ്റു ഭാര്യമാരിലേക്കൊന്നും പോകില്ല. ഈ എന്താ അങ്ങനെ അന്വേഷിച്ചിറങ്ങിയത്? എടി കാലത്ത് ആയിഷ ബി പറഞ്ഞു, കത് കുൽത്ത് മമാ ബി ഇദാലിക, ഇല്ല നബി, എനിക്ക് അങ്ങനത്തെ വിഷയങ്ങളൊന്നുമില്ല. പക്ഷേ വലാകിന്നി ലനന്തു അന്നക അതൈത ബഅദ നിസായിക്, അല്ല അങ്ങേ വേറെ വല്ല ഭാര്യമാരെ വീട്ടിലേക്ക് ഇറങ്ങിയതാണ്, എന്താ അറിയല്ലോ, ഒന്ന് നിന്റെ കൂടെ കിടക്കേണ്ടതല്ലേ. എനിക്കുള്ള ഊഴം ഇന്നത്തെ രാത്രിയാണ്. അങ്ങനെ കാണാതായപ്പോൾ ഞാൻ ഒന്ന് ഇറങ്ങി അന്വേഷിച്ചേ ഉള്ളൂ. അപ്പം നബി തങ്ങൾ പറഞ്ഞു, ഇന്നല്ലാഹു തആല യൻസിലു ലൈലത്തൻ നിസ്ഫി മിൻ ശഅബാൻ. ആയിഷ, ഇത് ശഅബാൻ 15 രാവാണ്. ശഅബാന്റെ 15 രാവ് എന്ന് പറഞ്ഞാൽ അല്ലാഹു തആല ആകാശ ലോകങ്ങളിലേക്ക് അല്ലാഹു റഹ്മത്ത് ഇറക്കുന്ന, പ്രത്യേകിച്ച് ആളുകൾക്ക് ദോഷങ്ങൾ പുറത്തു കൊടുക്കുന്ന പവിത്രമാക്കപ്പെട്ട രാത്രിയാണ്. ഈ രാത്രി എന്ന് പറഞ്ഞാൽ ആയിഷ നിനക്കറിയാമോ, ഇന്നത്തെ രാത്രി അല്ലാഹു തആല കൽബ് എന്നൊരു ഗോത്രം മദീനത്ത് പ്രസിദ്ധമായിരുന്നു. ആ ഗോത്രക്കാര് പരിപാലിക്കുന്ന ആടുകൾക്ക് പ്രത്യേകം നല്ല രോമാവൃതമായ രോമങ്ങൾ അധികരിച്ച ആടായിരുന്നു. അപ്പോൾ ഒരു ഉദാഹരണം അന്നത്തെ അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു, ഈ ആടുകൾക്ക് എത്ര രോമങ്ങളുണ്ടോ അതിന് മാത്രം കട്ടി കൂടി എത്ര അധികമുണ്ടെങ്കിലും അനുസരിച്ചൊക്കെ അല്ലാഹുവിന്റെ പാപമോചനം ചെയ്യുന്ന, പുറത്തു കൊടുക്കുന്ന രാത്രിയാണ് ഈ രാത്രി. ഇങ്ങനെ ആളിന് ഉദാഹരണം പറയാൻ കാരണം അന്നത്തെ കാലത്ത് അവർക്ക് ഏറ്റവും പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഉദാഹരണം പറഞ്ഞതാണ്. ഏറ്റവും അധികം രോമങ്ങളുള്ള ആ കൽബ് ഗോത്രത്തിന്റെ ആടുകൾ പെട്ടെന്ന് ഉദാഹരണം പറഞ്ഞു. ആ ആടുകൾക്ക് അത്രയും രോമങ്ങൾ അധികമില്ല, അതിന് മാത്രം തെറ്റുകളെ കൊണ്ട് നിറഞ്ഞതാണെങ്കിലും ഒന്നും അള്ളാഹ്ക്ക് വിഷയം, അള്ളാഹ് പുറത്തുനും ഈ രാത്രി അത്രയും പവിത്രമാണെന്ന് പ്രിയപ്പെട്ട ഭാര്യക്ക് നബി തങ്ങൾ പഠിപ്പിക്കാൻ ഈ ഹദീസ് ഇബ്നു മാജയും ഇമാം തുർമുദിയും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ശഅബാൻ 15 രാവ് ഒരു പുണ്യമാക്കപ്പെട്ട രാവാണ് എന്ന് ഈ ഹദീസ് കൊണ്ടൊക്കെ മനസ്സിലാക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു, പൊതുവെ ജനങ്ങൾ അശ്രദ്ധരാകുന്ന സമയമായതുകൊണ്ട് ഈ സമയങ്ങളിൽ അള്ളാഹുവിലേക്ക് പ്രത്യേകം ഇബാദത്തുകൾ കൊണ്ട്, സുന്നത്ത് നോമ്പുകളെ കൊണ്ടൊക്കെ നബി തങ്ങൾ അടുത്തിരുന്നു എന്ന്. പ്രത്യേകമായ ആചാരങ്ങളോ പ്രത്യേകമായ അനുഷ്ഠാനങ്ങളൊന്നും ഇല്ലെങ്കിലും പവിത്രമാക്കപ്പെട്ട ദിനരാത്രങ്ങൾക്കൊരു പ്രാധാന്യം കൽപ്പിക്കണം. അല്ലാഹു തആല മനുഷ്യരിൽ വൈവിധ്യം കൊടുത്തിട്ടുണ്ട്. ചില മനുഷ്യന്മാർക്ക് ചില ആളുകളെക്കാൾ പ്രത്യേകത സ്വഭാവത്തിലും ഭാവത്തിലും മാറ്റത്തിലും ഭംഗിയിലും ഭാഷയിലൊക്കെ വ്യത്യാസങ്ങളുണ്ട്. ദിവസങ്ങളിൽ വ്യത്യാസമുണ്ട്, മാസങ്ങളിലുണ്ട് ദിവസം, അതുപോലെ
സ്ഥലങ്ങളിലുണ്ട്, എല്ലാത്തിലുണ്ട്. ഇതേപോലെ അള്ളാഹുവിന്റെ പവിത്രമാക്കപ്പെട്ട ചില രാത്രികളുണ്ട്. ഇതിൽപ്പെട്ട ഒന്നാണ് ഈ ഷാബാൻ 15 രാവ് എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിൽ ബറാഅത്ത് രാവ് എന്ന് പറയും, ലൈലത്തു സക്ക് എന്നുണ്ട്, പല ജാതി പേരുകളതിനുണ്ട്. ഏതാവട്ടെ അശ്രദ്ധരാകുന്ന ദിവസങ്ങളിലും മാസങ്ങളിലും കൂടുതൽ റബ്ബിലേക്ക് അടുക്കുക, അതിന് പ്രത്യേകത ഉണ്ടല്ലോ. രാത്രി നിസ്കരിക്കുന്നതിന് പുണ്യം ഉണ്ടാകാൻ കാരണം എന്താ? വസല്ലൂ ബില്ലൈലി വന്നാസു നിയാം. എല്ലാവരും കടന്നുറങ്ങാകുമ്പോൾ നമ്മൾ ആ ഉറക്കം എഴുന്നേറ്റിട്ട് നിസ്കരിക്കുന്നതിന് പ്രത്യേകത. കാരണം ഭൂരിപക്ഷ ജനങ്ങളും അശ്രദ്ധരായി കൂർക്കം വലിച്ച് ഉറങ്ങുകയാണ്, സുഖിക്കുകയാണ്. ആ സമയത്ത് നമ്മൾ അതിന് വേറിട്ട് ഇബാദത്തുമായിട്ട് സമയം ചെലവഴിക്കുമ്പോൾ പ്രത്യേകത ഉണ്ടാവും. അതുപോലെ ദുഹാ നിസ്കാരത്തിന് ഭയങ്കര പുണ്യമാണ്. എല്ലാവരും പണിയിലും ജോലിയിലൊക്കെ വ്യാപൃതരാകുന്ന സമയമാണ് ദുഹാന്റെ സമയം. ആ സമയത്ത് നമ്മൾ നിസ്കരിക്കുമ്പോൾ അതിന് പ്രത്യേകത ഉണ്ടാവും. അപ്പോൾ ഭൂരിഭാഗം ജനങ്ങളും ചെയ്യാത്ത സമയത്ത് ചെയ്യണതിന് പ്രത്യേകത ഉണ്ട്. അതാണ് നിസ്കാരങ്ങളെ കൂട്ടത്തിൽ സുബൈക്ക് പ്രത്യേകത, സുബൈ ജമാഅത്തിന് പ്രത്യേകത. ഉറക്കുള്ള സമയമാണ്. ആ സമയത്ത് പള്ളിയിൽ കയറി ആ സമയത്ത് ജമാഅത്ത് പങ്കെടുക്കുന്നതിന് പ്രത്യേക പുണ്യം കൊടുക്കും. കഠിനമായ ചൂടുള്ള സമയത്തുള്ള സുന്നത്ത് നോമ്പുരാകുമ്പോൾ അതിനനുസരിച്ച് പുണ്യം ഉണ്ടാവും. അതുകൊണ്ടാണ് യുവത്വ സമയത്ത് കൊടുക്കുന്ന സ്വതക്കന്റെ കൂലി വയസ്സാകുമ്പോൾ കൊടുക്കുന്നതിനുണ്ടാവില്ലല്ലോ. ഒരു 60-70 വയസ്സായിട്ട് അവനാന്റെ ചുറ്റുപാടുകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഫ്രീ ആയി നിൽക്കുമ്പോൾ പെൻഷൻ പൈസ എടുത്തിട്ട് കുറച്ച് കൊടുക്കുക. അത് കാരണം അവനാന്റെ കുട്ടികളൊക്കെ കെട്ടിച്ച് പെരയും കൂടിയൊക്കെ ആയി വലിയ ചുറ്റുപാടുകളൊക്കെ കഴിഞ്ഞു, ഇനി വലിയ ഇടങ്ങേറൊന്നുമില്ല. എന്നിട്ട് കൊടുക്കണേനും പൈസക്ക് അത്യാവശ്യമുള്ള സമയത്ത്, ചെറുപ്പ സമയത്ത്, ടൈറ്റുള്ള സമയത്ത് കൊടുക്കണേനും വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് നിബിധങ്ങളുടെ അടുത്ത് വന്നൊരാൾ ചോദിക്കേണ്ടത് ഏറ്റവും പുണ്യമുള്ള സ്വതക്ക ഏതാണ്? അപ്പൊ എന്താ പറഞ്ഞത്? വാൻതർജുനു സ്വഹീഹ്, ആരോഗ്യമുള്ള സമയത്ത്, പൈസക്ക് അത്യാവശ്യമുള്ള സമയത്ത്, ആ സമയത്ത് കൊടുക്കുന്ന സ്വതക്കാണ് ഏറ്റവും വലിയ കൂലി. മറ്റേ എല്ലാ ചുറ്റുപാടും കഴിഞ്ഞു, സാഹചര്യങ്ങളൊക്കെ അനുകൂലമായി മാറി, കൊടുക്കാൻ അനുകൂലമായി മാറി, കുട്ടികളൊക്കെ കെട്ടിച്ച് മക്കളൊക്കെ പലയിടത്ത് പോയി, വയസ്സും പ്രായമൊക്കെ ആയി, വാടക ഇങ്ങനെ കിട്ടാണ്ട്, അല്ലെങ്കിൽ ശമ്പളം ഇങ്ങനെ കിട്ടാണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പെൻഷൻ കിട്ടാണ്ട്, വേറെ ചുറ്റുപാടൊന്നുമില്ല. അതിനെടുത്തിട്ട് പള്ളിക്കും മദ്രസക്കും പാവപ്പെട്ടും കൊടുക്കുന്നതിന് വലിയ അടങ്ങാറൊന്നും ഉണ്ടാവില്ല. നേരെ മറിച്ച് അത്യാവശ്യ യൗവന സമയത്ത്, പൈസക്ക് ടൈറ്റും അത്യാവശ്യമുള്ള സമയത്ത് ഓന് വേറെ പല സംഗതികളും ചെയ്യേണ്ടി വരും. അതിൻ്റെ ഇടയിൽ നിന്ന് പള്ളിക്ക് 100 റുപ്യ കൊടുക്കുക, ദീനിന് കൊടുക്കുക, അത് കുറച്ച് ഇടങ്ങാറാണ്. അതിന് കൂലി അധികം കൊടുക്കുന്നു, വലിയ പുണ്യം കൊടുക്കുന്നു. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണത്. അതേപോലെ ആരോഗ്യമൊക്കെ ഉള്ള സമയത്ത് ചെയ്യണ ഇബാദത്തിന്റെ അത്ര പുണ്യം ആരോഗ്യം നഷ്ടപ്പെടുമ്പോൾ ചെയ്യണതിനുണ്ടാവില്ല. യൗവന സമയത്ത് ഇബാദത്തെടുത്ത ആൾക്കാർക്കാണല്ലോ അറസ്റ്റിന് നീനുള്ളത്. ഇബാദത്തില്ല, അവിടെ നമ്മളെ പെണ്ണുങ്ങളൊക്കെ പരാജയപ്പെടുന്നത്. ഒരു മനുഷ്യൻ തിരിഞ്ഞു വെക്കാത്ത സമയമാവും 10, 70, 60, 50 വയസ്സിന്റെ മുകളിൽ. ആ സമയത്ത് അവർക്ക് പർദ്ദ, ആ സമയത്ത് തന്നെ അച്ചടക്കം ഉണ്ടാവും, ഒതുക്കം ഉണ്ടാവും, ചിലപ്പോൾ മുഖം വരെ മറക്കും. ആ സമയത്ത് ഫുള്ള് മറച്ചാലും ഒരു കുട്ടി തിരിഞ്ഞു വെക്കാത്ത സമയമാണ്. നേരെ മറിച്ച് 10, 25 ആ 24 ആ സമയത്ത്, ആ യൗവന സമയത്താകുമ്പോഴാണ് ശരിക്കും തന്നെ ഹിജാബ് അച്ചടക്കമൊക്കെ വേണ്ടത്. നമ്മളതും ചെയ്യൂല. ആ സമയത്ത് എന്തെങ്കിലുമൊക്കെ തോന്നിവാസങ്ങളും വേണ്ടാത്തരങ്ങളുമായിട്ട് നടക്കുക. മറ്റേ വയസ്സാകുമ്പോൾ ക്ലാസ്സും വയലും പ്രസംഗമായിട്ട് നീക്കുമായിട്ട് കൂടുക. നല്ലതാണെങ്കിലും ഏറ്റവും പുണ്യം കിട്ടലപ്പോഴോ സാഹചര്യങ്ങളൊക്കെ പ്രതികൂലമാകുമ്പോൾ ആ സമയത്ത് നന്മകൾ ചെയ്യുന്നതിന് വലിയ പുണ്യമുണ്ട്. അതുകൊണ്ടാണ് ഷഅബാൻ മാസം അതാരും മെയിൻ ചെയ്യാത്ത. റമളാൻ വരാൻ പോകുന്നുണ്ട്, അപ്പൊ നന്നാകാ, തൗബ ചെയ്യുക, ദിക്റല്ല, ഖുർആൻ ഓതാ, നിസ്കരിക്കുക, ജമാഅത്തിന് പങ്കെടുക്കുക, അപ്പൊ സ്വതക്ക കൊടുക്കുക എന്ന് കരുതിയിട്ട് റമളാൻ വരുന്നുണ്ടല്ലോ അപ്പൊ നന്നാകാന്നൊക്കെ ഇപ്പൊ ശ്രദ്ധിക്കൂല. തൊട്ടു മുമ്പിൽ സുവർണാവസരം വരികയാണ്. ഏറ്റവും വിലപിടിപ്പുള്ള അമൂല്യമായ ദിവസങ്ങളും രാത്രികളും റമളാനിൽ വരുന്നത്. അപ്പൊ ഉഷാറാക്കുക എന്ന് കരുതിയിട്ട് ഇപ്പൊ ഒന്നും ചെയ്യൂല. അങ്ങനെ അശ്രദ്ധരാകും. അതുകൊണ്ടാണ് ജനങ്ങൾ അശ്രദ്ധരാകുന്ന മാസമായതുകൊണ്ടാണ് ഷഅബാനിൽ ഞാൻ കൂടുതൽ ഇബാദത്ത് എടുക്കണമെന്നാല് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജനങ്ങൾ അധികം ആൾക്കാർ അശ്രദ്ധരാകുന്ന സമയം ശരിയാണ്. റമളാൻ വരുന്നുണ്ടല്ലോ അപ്പം നോക്കാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ നന്മകൾ കുറയ്ക്കുന്ന സമയമാണ്. ചില ആൾക്കാർ സക്കാത്ത് ഇപ്പൊ കൊടുക്കൂല, സ്വതക്കപ്പ് കൊടുക്കൂല, റമളാനിലേക്ക് മാത്രമായിട്ട് നീട്ടിവെക്കും. പച്ചപ്പാവങ്ങൾ പ്രയാസപ്പെടുന്ന ആൾക്കാർക്ക് 2 റുപ്യ കിട്ടേണ്ട ആവശ്യമായിരിക്കും ഒരുപക്ഷെ ഇപ്പോൾ. റമളാനിക്ക് വേണ്ടി ഒരുങ്ങേണ്ടി വരും, അല്ലെങ്കിൽ വേറെ പല കാര്യം ചെയ്യാനുണ്ടാവും. ആൾക്കാർ 27 മാത്രമേ കൊടുക്കുള്ളൂ, അല്ലെങ്കിൽ റമളാൻ അവസാനത്തെ 10 മാത്രമേ കൊടുക്കുള്ളൂ. ഇപ്പം നല്ല ടൈറ്റ് ആയിരിക്കും. അപ്പം ഈ സമയത്ത് കൊടുക്കുക, ഈ സമയത്ത് നോമ്പെടുക്കുക, ഈ സമയത്ത് നന്മ ചെയ്യുക, അതിന് പ്രത്യേകത ഉണ്ടെന്ന് അർത്ഥം. അതുകൊണ്ടാണ് ദുആക്ക് പുണ്യം കൂടുതൽ, തഹജ്ജുദിന് പുണ്യം കൂടുതൽ, അതുപോലെ യൗവന സമയത്ത് കൊടുക്കുന്നതിനൊക്കെ പുണ്യം കൂടുതൽ എന്ന് പറയാനുള്ള കാരണം. ഏതാവട്ടെ അങ്ങനത്തെ ഇതിന് രാത്രികളിലൂടെ കടന്നു പോകുമ്പോൾ ഈ ഷഅബാൻ 15-ാം രാവ്, ബറാത്ത് രാവ് എന്നൊക്കെ പറയും, വരുന്ന തിങ്കളാഴ്ച രാത്രിയാണ്. അപ്പം ഈ സമയത്ത് നബിതങ്ങൾ പ്രത്യേകത കൽപ്പിച്ച് ഇബാദത്തിലേക്ക് മുഴുകിയതിന് ഒരു ചെറിയ ചരിത്രമടങ്ങുന്ന ഹദീസാണ് ഇന്ന് നമ്മൾ ഓതിയത്. അപ്പോൾ അല്ലാഹുവിലേക്ക് കൂടുതൽ അടുക്കേണ്ട രാത്രി കൂടിയാണെന്ന് അർത്ഥം. ഇമാം ഷാഫിഈ തങ്ങൾക്ക് പ്രത്യേകം പറയുന്നുണ്ട്,
പ്രത്യേകം ദുആക്ക് ഉത്തരം കിട്ടുന്ന കുറേ രാത്രികളിൽപ്പെട്ട ഒരു രാത്രിയാണ് ഷഅബാൻ 15-ന്റെ രാത്രി എന്ന്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് പരിശുദ്ധ റമദാൻ തൊട്ട് മുമ്പിലെത്തി. പരിശുദ്ധ റമദാൻ കഴിഞ്ഞു പോയ റമദാനിലെ ഖളാഉള്ള സുന്നത്ത് നോമ്പുകളൊക്കെ ഈ ഷഅബാൻ 15-ന് മുമ്പ് തന്നെ എടുത്ത് ഖളാ വീട്ടിലാണ് ഏറ്റവും പുണ്യം. ഈ റമദാന് മുമ്പായിട്ട് സുന്നത്ത് നോമ്പുകൾ ഇതിരെ എടുക്കാതെ ഷഅബാൻ 15 കഴിഞ്ഞിട്ട് മാത്രമായിട്ട് വെക്കുക, അതത്ര നല്ല കാര്യമല്ല. അതുകൊണ്ട് കൂടുതൽ ജാഗ്രതയും ശ്രദ്ധയൊക്കെ ഉണ്ടാകേണ്ട പരിശുദ്ധമായതിന് രാത്രങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് പ്രത്യേകം മനസ്സിലാക്കുകയും റമദാന് വേണ്ടിയുള്ള മനസ്സാ വാച കർമ്മണ മുന്നൊരുക്കങ്ങൾ നമ്മൾ നടത്തുകയും ചെയ്യേണ്ട സമയമാണ്. ഹൃദയ ശുദ്ധീകരണമാണ് ഏറ്റവും വലുത്. ഖൽബ് ശുദ്ധിയാക്കുക, മനസ്സിനെ നമ്മൾ പാകപ്പെടുത്തുക, വിദ്വേഷങ്ങളിൽ നിന്നും കുശുമ്പുകളിൽ നിന്നും വൈരാഗ്യങ്ങളിൽ നിന്നും നമ്മുടെ മനസ്സിനെ മുക്തമാക്കി സംശുദ്ധമാക്കി പാത്രം കഴുകി വൃത്തിയാക്കുക. ഒരു ഗ്ലാസ്സിൽ അഴുക്കുണ്ടെങ്കിൽ പാല് വാങ്ങണമെങ്കിൽ ആദ്യം ആ ഗ്ലാസ് കഴുകി വൃത്തിയാക്കും. അത് വൃത്തിയായ ശേഷമേ ശുദ്ധമായ പാനീയം അതിലേക്ക് ഒഴിക്കുള്ളൂ. ഇതേപോലെ നന്മകളും ഖൈറുകളും വർഷിക്കുന്ന പരിശുദ്ധ റമദാൻ സ്വീകരിക്കാൻ യോഗ്യമായ രീതിയിൽ പ്രാപ്തമായ രീതിയിൽ നമ്മുടെ ഖൽബിനെ ഒരുക്കുക എന്നുള്ളതാണ് ഈ സമയങ്ങളിൽ നമ്മളൊക്കെ ചെയ്യാനുള്ളത്. അള്ളാഹു തആല നമ്മുടെ ഖൽബ് നന്നാക്കി തരട്ടെ. അള്ളാഹു നന്മകൾ അധികരിപ്പിക്കാനും തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കാനൊക്കെയുള്ള തൗഫീഖ് നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.